നിലവിൽ ഏതായാലും കോടതിക്ക് ഹർജി കോടതി ഇത്തരത്തിൽ മേൽക്കോടതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ വിധി പ്രസ്താവിക്കാമെന്ന് കോടതി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 220 ബി പ്രകാരം ഗൂഢാലോചനയ്ക്ക് 2 പേർക്കും 6 മാസം സാധാ തടവിനും തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും അതുപോലെ തന്നെ വ്യാജ തെളിവ് ഉണ്ടാക്കിയതിന് 3 വർഷം തടവ് ശിക്ഷയുമാണ് നിലവിൽ വിധിച്ചിരിക്കുന്നത്. ഈ 409 വകുപ്പ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായിട്ടുണ്ടായിരുന്നത്. ആ വകുപ്പ് പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥന്റെ വഞ്ചനയ്ക്ക് 1-ാം പ്രതിക്ക് മാത്രം 1 വർഷം തടവിനാണ് നിലവിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏതായാലും മേൽക്കോടതിയിലേക്ക് ഇപ്പോൾ കേസ് പരിഗണിക്കേണ്ട എന്ന നിലപാടിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് തന്നെ ശിക്ഷ ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദം തള്ളിയതിനു ശേഷമാണ് അത്തരത്തിൽ മേൽക്കോടതിയിലേക്ക് സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും കോടതി ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ നെടുമങ്ങാട് കോടതി തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തന്നെ നിലവിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കോടതി പരിസരത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കോടതി ഇപ്പോൾ ആന്റണി ഈ തൊണ്ടി മുതൽ അട്ടിമറി കേസിൽ ആന്റണി രാജുവിനെയും അതുപോലെ തന്നെ 1-ാം പ്രതിയായിട്ടുള്ള ഈ കോടതിയിലെ ക്ലർക്കായിരുന്ന ജോസിനും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 409-ാമത്തെ വകുപ്പായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. അത് പ്രകാരമാണ് ഇത്തരത്തിൽ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള ഒരു വകുപ്പായിരുന്നു ഉണ്ടായത്. പക്ഷേ അതിൽ 1-ാം പ്രതി മാത്രമാണ് കുറ്റക്കാരനെന്നാണ് നിലവിൽ കോടതി കണ്ടെത്തിയിരിക്കുന്നത്.